കഴിഞ്ഞ ദിവസമാണ് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ പേരിൽ യുപിയിലെ ബറേലിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പോലീസിന് നേരെ ഒരു കൂട്ടം ആളുകൾ യാതൊരു പ്രകോപനവുമില്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. പള്ളിയിൽ നടന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം, ഉച്ചയ്ക്ക് നടന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ നടത്തണമെന്നും അതിനുവേണ്ടി ഒത്തുചേരണമെന്നും അത് വലിയ പ്രക്ഷോഭമാക്കി മാറ്റണമെന്നും ഈ പള്ളിയുടെ ഇമാം കൂടിയായ മൗലാന താക്കീർ റാസ ആഹ്വാനം ചെയ്തു. റാസയുടെ ഈ ആഹ്വാനത്തിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ ബറേലിയിൽ തടിച്ചുകൂടുകയും അവർ അടുത്തുള്ള ഇസ്ലാമിയ ഗ്രൗണ്ടിലെത്തുകയും ചെയ്തു. ഇസ്ലാമിയ ഗ്രൗണ്ടിന് സമീപത്തെ റോഡ് വക്കിലുള്ള മറ്റ് മതസ്ഥരുടെ കടകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും വരെ ഇത്തരം പോസ്റ്ററുകൾ, ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ പോസ്റ്ററുകൾ അവർ പതിച്ചു. ഇത് തർക്കത്തിനിടയാക്കി. ഈ സംഘർഷാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് വൻ പോലീസ് സന്നാഹം അവിടെ സന്നിഹിതരായിരുന്നു. പോലീസിന് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് ഈ സംഘം ഉയർത്തിയത്. പിന്നാലെ പോലീസിനെതിരെ വൻതോതിലുള്ള കല്ലേറുണ്ടായി. പോലീസ് തിരിച്ചടിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ബറേലിയിലെ ഈ സംഘർഷത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞു. എന്നാൽ അതിന് പിന്നാലെ ഈ സംഘർഷത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്താനുള്ള വമ്പൻ നിർദ്ദേശമാണ് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയത്. ഒരു കാരണവശാലും തൻ്റെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മതകലാപം പാടില്ല എന്ന് യോഗിക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത, ആഹ്വാനം കൊടുത്ത മൗലാന താക്കീർ റാസയെ ആദ്യം അറസ്റ്റ് ചെയ്തു. റാസയ്ക്കൊപ്പം 40 അനുയായികളെയും യുപി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇത് കൂടാതെ പോലീസിന് നേരെ കല്ലേറ് നടത്തിയ 2000-ഓളം പേരെ, കണ്ടാലറിയാവുന്ന 2000-ഓളം പേർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. നിരവധി എഫ്ഐആറുകൾ, ഡസൻ കണക്കിന് എഫ്ഐആറുകളാണ് ഈ കലാപവുമായി ബന്ധപ്പെട്ട് യുപി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മതവർഗീയ കലാപം നടത്തുക, രാജ്യത്തിനെതിരെയുള്ള വിധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ അതിഗുരുതരമായ വകുപ്പുകളിട്ടാണ് ഈ ബറേലിയിലെ കലാപത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കലാപം ബറേലിയിൽ പൊട്ടിപ്പുറപ്പെട്ട് അത് രാജ്യത്തെ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനായിരുന്നു ഈ സംഘടനയുടെയൊക്കെ ശ്രമം. ഈ ബറേലിയിൽ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ അത് ഹൈദരാബാദിലേക്കും പിന്നീട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കും. അങ്ങനെ രാജ്യത്തൊരു അസ്ഥിരത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുപിയുടെ മറ്റൊരു മേഖലയിൽ ഈ മാസം 4-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ സംഭവം ഉണ്ടാകുന്നത്. ഒരു പോസ്റ്റർ ഒരു ഹൈന്ദവ ആരാധനാലയത്തിന് സമീപം പതിപ്പിക്കുന്നു. അത് ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. തുടർന്ന് ആ പ്രദേശത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ചെറിയ തോതിലുള്ള വാക്കേറ്റവും ഒക്കെ ഉടലെടുക്കുന്നു. പിന്നാലെ പോലീസ് എത്തുന്നു. പോലീസ് എത്തി ഈ പറയുന്ന മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ സംഭവത്തിൽ 24-ഓളം പേർക്കെതിരെ കേസെടുക്കുകയാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ ബറേലിയിൽ യാതൊരു പ്രകോപനവും ഉണ്ടാകാത്ത, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകാത്ത ബറേലിയിൽ മൗലാന തൗക്കീർ റാസയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിന് തുടക്കമിടുന്നത്. ഈ പള്ളിയിലെ ഇമാം കൂടിയാണ് മൗലാന താക്കീർ റാസ. അത് മാത്രമല്ല ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയുടെ നേതാവ് കൂടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചപ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ കൂടിയ ആളുകളോട് മൗലാന താക്കീർ റാസ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ രാജ്യത്താകമാനം നമുക്ക് നടത്തണം, അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടാവണം. ഇവിടെ യുപി പോലീസ് ഈ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ നടത്തിയവർക്കെതിരെ കള്ളക്കേസ് എടുത്തു. അതിൽ നമ്മൾ പ്രതിഷേധിക്കണം. അതുകൊണ്ട് ഇന്ന് പള്ളിയിലെത്തിയ എല്ലാവരും തന്നെ കൂട്ടമായി അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇസ്ലാമിയ ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന മൗലാനയുടെ ഒരു ആഹ്വാനത്തിന് പിന്നാലെയാണ് ആളുകൾ തടിച്ചുകൂടിയതും ആളുകൾ പോലീസിനെതിരെ തിരിഞ്ഞതും പോലീസിന് നേരെ കല്ലെറിഞ്ഞടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ ഈ മൗലാന താക്കീർ റാസയെ ഈ കേസിലെ 1-ാം പ്രതിയാക്കി യുപി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. താക്കീർ റാസയെ യുപി പോലീസിന്റെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. യോഗിയുടെ ഭരണം എന്താണെന്നും ഇനി എന്തൊക്കെയായിരിക്കും യോഗിയോട് നടത്താൻ പോകുന്നതെന്നും സംബന്ധിച്ച് കൃത്യമായി തന്നെ റാസ അടക്കമുള്ള ഇസ്ലാമിക നേതാക്കൾക്ക് മനസ്സിലാകും. തീവ്രവാദത്തെ, ദേശീയതയ്ക്കെതിരെയുള്ള വിഘടനവാദത്തെ ഒരു തരത്തിലും വച്ചുപൊറപ്പിക്കുന്ന ഒരു സംസ്ഥാനമല്ല യോഗിയുടെ യുപി. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം തീവ്രശക്തികൾ ഉണ്ടായിട്ടും യുപിയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്തത്. നമുക്കറിയാം, സംബാലിൽ ഇങ്ങനെ ഹൈന്ദവർക്ക് നേരെ വലിയ തോതിലുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ അക്രമം ഉണ്ടായിരുന്നു. അന്ന് കൃത്യമായി തന്നെ ആ അതിക്രമത്തെ നിയന്ത്രിക്കാൻ യോഗിയുടെ പോലീസിന് കഴിഞ്ഞു. വൻതോതിലുള്ള അറസ്റ്റും വൻതോതിലുള്ള കേസും അവിടെ യുപി പോലീസ് രജിസ്റ്റർ ചെയ്തു. അതിന് സമാനമായിട്ടുള്ള ഒരു അടിച്ചമർത്തലാണ് ഇപ്പോൾ
ഇപ്പോൾ ബറേലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബറേലിയിൽ 2000-ലധികം പേരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ UP പോലീസ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്.